ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന കെ.എസ്. ചിത്രയ്ക്ക് ഇന്ന് 61-ാം പിറന്നാൾ. സ്വരഭംഗി കൊണ്ടും ആലാപനത്തിലെ വശ്യത കൊണ്ടും വാനമ്പാടിയെന്ന വിശേഷണത്തിനപ്പുറത്തേക്ക് പറന്നിറങ്ങിയ പാട്ടുകാരിയാണിവർ. മഞ്ഞൾ പ്രസാദം പോലുള്ള പാട്ടുകളിലൂടെ മലയാളത്തിൻ്റെ പെൺസ്വരമായി മാറിയ ഗായിക. കെ.എസ്. ചിത്രയുടെ പാട്ടു കേൾക്കാത്തൊരു ദിനം പോലും മലയാളികൾക്ക് കടന്നു പോകുന്നില്ല. വിനയത്തിൻ്റെ രാഗപൗർണമിയായി നിന്നുകൊണ്ട് അവർ പാടിയ ഭാവാർദ്രമായ ഗാനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളമാണ്. അതിൽ പുതിയ തലമുറയെന്നോ പഴയ തലമുറയെന്നോ ഇല്ല. ഇനിയുള്ള കാലഘട്ടങ്ങൾക്കും അത് അങ്ങനെ തന്നെ ആകും. ഇപ്പോഴിതാ തൻ്റെ അനുജത്തിക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുകയാണ് സുജാത മോഹൻ. ചിത്രയ്ക്ക് ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ. നീ എന്നും സന്തോഷത്തോടെയും ആരോഗ്യവതിയായിട്ടും ഇരിക്കുക എന്നാണ് സുജാത പറഞ്ഞിരിക്കുന്നത്. പാട്ടിനെ സ്നേഹിക്കുന്ന കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകളായി 1963 ജൂലൈ 27-ന് തിരുവനന്തപുരത്തെ കരമനയിലാണ് കെ.എസ്. ചിത്ര ജനിച്ചത്. അച്ഛൻ തന്നെ ആദ്യ ഗുരു. മകളുടെ പാട്ടിനായി തന്നെയായിരുന്നു ജീവിതത്തിൻ്റെ പകുതിയിലധികവും അച്ഛൻ മാറ്റിവെച്ചതും. കെ. ഓമനക്കുട്ടി ടീച്ചറുടെ കീഴിൽ കർണാട്ടിക് സംഗീതം പഠിച്ച ചിത്രയെ സിനിമാ സംഗീതത്തിലേക്ക് കൈപിടിക്കുന്നത് എം.ജി. രാധാകൃഷ്ണനാണ്. അട്ടഹാസം എന്ന ചിത്രത്തിലെ ചെല്ലം ചെല്ലം എന്ന ഗാനം പാടിക്കൊണ്ടായിരുന്നു അരങ്ങേറ്റം. എങ്കിലും സംവിധായകൻ സത്യൻ അന്തിക്കാട് രചിച്ച് എം.ജി. രാധാകൃഷ്ണൻ ഈണമിട്ട രജനി പറയൂ എന്ന ഗാനമാണ് ചിത്രയുടെ ആദ്യ ഹിറ്റ്. യേശുദാസിനൊപ്പം പങ്കിട്ട നിരവധി വേദികളും കെ.എസ്. ചിത്രയുടെ സംഗീത ജീവിതത്തിൽ മാറ്റേകി. തെന്നിന്ത്യയുടെ തന്നെ ഗായികയാക്കി കെ.എസ്. ചിത്രയെ മാറ്റുന്നത് ഇളയരാജയുടെ ഗാനങ്ങളായിരുന്നു. നീ താനെ അന്തക്കുയിൽ എന്ന ഗാനത്തിലൂടെ തമിഴിനു ഇളയരാജ ചിത്രയെ പരിചയപ്പെടുത്തി. പാടറിയാൻ പഠിപ്പറിയാൻ എന്ന പാട്ടിലൂടെ അവരുടെ പ്രിയ ഗായികയാക്കിയും മാറ്റി. 6 ദേശീയ പുരസ്കാരങ്ങളും 15 സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രയെ തേടിയെത്തി. ആന്ധ്ര സർക്കാർ 9 പ്രാവശ്യവും തമിഴ്നാട് 4 പ്രാവശ്യവും കർണാടക 3 തവണ ഒറീസ സർക്കാർ 1 പ്രാവശ്യവും മികച്ച ഗായികയായി ചിത്രയെ തിരഞ്ഞെടുത്തു. 2005-ൽ പത്മശ്രീയും 2021-ൽ പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. ചിത്രയെ തേടി വരാത്ത അംഗീകാരങ്ങൾ കുറവാണെന്ന് തന്നെ പറയാം. എപ്പോഴും വിനയത്തിൻ്റെ രാഗപൗർണമിയായി നിലകൊള്ളുവാനും സാധാരണക്കാരൻ്റെ മനസ്സിലെ പാട്ടായി മാറുവാനും കഴിഞ്ഞുവെന്നതാണ് ചിത്രയെന്ന ഗായികയുടെ ഇതുവരെ കേട്ട ഈണങ്ങളേക്കാൾ മധുരതരമാകുന്നത്.